നിങ്ങളൊരു ഡെന്റൽ ചെക്കപ്പിന് അല്ലെങ്കിൽ ഒരു ഡെന്റൽ ട്രീറ്റ്മെന്റിനായിട്ട് ഒരു ഡെന്റൽ ക്ലിനിക്കിൽ ആദ്യമായിട്ട് വരുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ്, ഡെന്റൽ ക്ലിനിക്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ആദ്യം ഒരു അപ്പോയിൻമെന്റ് എടുക്കുക, പ്രയർ അപ്പോയിൻമെന്റ്. എന്നിട്ട് ഡെന്റൽ ക്ലിനിക്കിൽ വരുമ്പം നിങ്ങളുടെ ഫുൾ നെയിം, അഡ്രസ്, ഇമെയിൽ അഡ്രസ്, അതുപോലെ ഒരു കോൺടാക്ട് നമ്പറും കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ സെക്കൻഡറി കോൺടാക്ട് നമ്പറും കൂടെ കൊടുക്കുക, നിങ്ങളുടെ ഏതെങ്കിലും അടുത്ത ബന്ധുവിൻ്റെ. റുട്ടീൻ ഡെന്റൽ ചെക്കപ്പിന് നിങ്ങൾ വരുമ്പോൾ സാധാരണ പോലെ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരിക. നല്ല രീതിക്ക് ബ്രഷ് ചെയ്തിട്ട് വായൊക്കെ ക്ലീൻ ആക്കിയിട്ട് വരണം. എന്നാലും നിങ്ങൾ ബ്രഷ് ചെയ്യുമ്പോൾ ഒരുപാട് ഫോഴ്സ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ ഡെന്റൽ ഫ്ലോസ് ഉപയോഗിക്കുമ്പോൾ അമിതമായിട്ട് ഡെന്റൽ ഫ്ലോസ് ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുക. അപ്പം കുറച്ച് ബ്ലീഡിങ് വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ചില മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസ് നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസ് അതാത് സമയത്ത് കറക്റ്റായിട്ട് കഴിച്ചിട്ടേ വരാവുള്ളൂ. അതുപോലെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസ് നിങ്ങളുടെ കംപ്ലീറ്റ് മെഡിക്കൽ ഹിസ്റ്ററി നിങ്ങൾ ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സോ മെഡിക്കൽ റിപ്പോർട്ട്സോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവരിക. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് വരുന്നെങ്കിൽ അവരുടെ കെയർ ടേക്കർ ആദ്യമേ ഡോക്ടറുമായിട്ടൊന്ന് ഇൻറ്ററാക്ട് ചെയ്ത് ഒന്ന് സംസാരിച്ച് അവരുടെ കൺസേൺസ് ഒന്ന് അറിയിക്കുക. അതുപോലെ എന്തെങ്കിലും വീൽ ചെയർ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് വെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ കുട്ടികളെ കൊണ്ടുവരുമ്പോഴാണെങ്കിലും നിങ്ങൾ ഏറ്റവും ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള ബാംഗിൾസോ ആംഗ്ലറ്റ്സോ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. പേഷ്യൻസ് നിങ്ങൾ വരുമ്പം ഒരുപാട് ലിപ്സ്റ്റിക് അല്ലെങ്കിൽ നെയിൽ പോളിഷോ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. അതെന്താണെന്ന് വെച്ചാൽ ചില മെഡിക്കൽ കണ്ടീഷൻസിൽ കുറച്ച് കളർ ചേഞ്ചസ് ഈ നെയിൽ ബെഡ്സിലും ലിപ്സിലും ഒക്കെ കാണാൻ സാധിക്കും. അതൊന്ന് ഡിറ്റക്ട് ചെയ്യാനും അറിയാനും വേണ്ടിയിട്ടാണ്. താങ്ക് യു.